ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ചെറിയൊരു കൃഷിയുടെ വീഡിയോ ആയാലോ. വലിയ കൃഷിയൊന്നും അല്ല കേട്ടോ, ചെറിയൊരു കൃഷി. അതായത് എനിക്ക് കുറച്ച് ചെടികളുണ്ട്, കുറച്ച് മാത്രം. ഒരു തെറ്റിയുണ്ട്, ഒരു കുഞ്ഞു ചെമ്പരത്തിയുണ്ട്, ഒരു റോസയുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുഞ്ഞു ചട്ടികളിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ അച്ചായി ഇന്ന് അമ്പലത്തിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് രണ്ട് വലിയ ചട്ടി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് എനിക്ക് ചെടികളൊക്കെ മാറ്റി തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കിയാലോ. നമുക്ക് ചെറിയൊരു വ്ളോഗാണേ. കൂട്ടത്തിൽ ഒരാളെയും കൂടെ വിട്ടുപോയി. ചെടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ദേ നിൽക്കുന്നു മുല്ല. എന്നോട് ചോദിക്കുന്നത് എന്താ എൻ്റെ പേരൂടെ പറയാൻ ചെന്ന്. പിന്നെ എൻ്റെ പ്രിയപ്പെട്ട നമ്പ്യാർ വട്ടം കേട്ടോ, ഒരു കുഞ്ഞ് തൈയായിട്ട് അച്ചായി എനിക്ക് കൊണ്ടു തന്നെയാണ് എൻ്റെ ആ നമ്പ്യാർ വട്ടം ചെടി. എനിക്ക് പൂവില്ല എന്ന് പറഞ്ഞ വിഷമമില്ലാതെ, പ്രത്യേകിച്ച് വിളക്ക് കത്തിക്കാൻ സമയമാകുമ്പം വിളക്ക് കത്തിക്കുന്നതിൻ്റെ താലത്ത് ഇടാൻ ഒരു പൂ പോലും ഇല്ലെന്ന് അച്ചായി എടുത്ത് ഞങ്ങൾ വിഷമം പറഞ്ഞേ. ആ വിഷമം പറഞ്ഞപ്പോഴാണ് അച്ചായി എനിക്ക് തെറ്റിയുടെ 2 സൈസ് തെറ്റിയുടെ തൈയും പിന്നെ ഈ നമ്പ്യാർ വട്ടത്തിൻ്റെ തൈയും കൊണ്ട് തന്നത് കേട്ടോ. അങ്ങനെ എന്തോ ആയാലും എൻ്റെ നമ്പ്യാർ വട്ടം കിളിച്ചതാ ഈ രീതിയിലായി. ഇനി നമുക്കത് സെറ്റ് ചെയ്തെടുക്കേണ്ടത് എൻ്റെ തെറ്റിയും റോസയൊക്കെയാണ്. അപ്പം നമ്മൾ ചെടി റോസ മേടിച്ച ചെടിക്കടയിൽ നിന്ന് തന്നെയാണ് ഈ വളവും മേടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നമുക്ക് ഈ പരിസരത്ത് എന്ന് പറഞ്ഞാൽ മണ്ണ് വളരെ കുറവാണ്. എന്നാലും ഉള്ള മണ്ണെല്ലാം കൂടെ അച്ചായി മമ്മട്ടി വെച്ച് കോരി ഇൻ്റർലോക്കിൽ കൊണ്ടിട്ടിട്ട് അതിൻ്റെ മീതേക്കാണ് നമ്മൾ മേടിച്ച് വെച്ചേക്കുന്ന വളവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നല്ല രീതിയിൽ ഈ വളവും മണ്ണും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. ഇതാണ് എൻ്റെ തെറ്റി. നോക്കിക്കേ എന്താ ഐശ്വര്യ കാണാനല്ലേ. അപ്പം അച്ചായി അവളൊന്ന് ആടട്ടെ, ഡാൻസ് കളിക്കട്ടെ എന്നും പറഞ്ഞ് 2 തട്ടൊക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു ചുമ്മാതിരി, അവൾക്ക് നോവും. അത്രയ്ക്ക് ഞാൻ എൻ്റെ ഒരു കുഞ്ഞിനെ കണക്കാണ് കേട്ടോ ഈ ഒരു തെറ്റിയായാലും റോസയായാലും ഞാൻ കെയർ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ റോസയുടെ കഥ ഇനി പറയാനാണെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്ക്, അതായത് ഈ കഴിഞ്ഞ 2026 മാർച്ച് 8-ാം തീയതി ആയിരുന്നു എൻ്റെ ബർത്ത്ഡേ. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് അച്ചായി ഗിഫ്റ്റായിട്ട് മേടിച്ച് തന്നെയാണ് ആ റോസാ ചെടി എനിക്ക് കേട്ടോ. അപ്പോൾ അച്ചായി പറഞ്ഞ ഒരു ഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ മേടിച്ച് കഴിഞ്ഞാൽ അതങ്ങനെ അങ്ങ് ഇരിക്കും. പക്ഷേ നിനക്കൊരു ചെടി മേടിച്ച് തന്നാൽ ജീവനുള്ളതല്ലേ, അപ്പോൾ നീ എന്നും നിൻ്റെ ബർത്ത്ഡേ ആകുമ്പോൾ അത് ഓർക്കുമല്ലോ ചെടി ഉള്ള കാലം വരെയും എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഇതാണ് എൻ്റെ തെറ്റിയുടെയും റോസായുടെയും ഒക്കെ കഥകളെ. അപ്പോഴേ അച്ചായി എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ചായി 2 ചെടിച്ചട്ടി മേടിച്ചിട്ട് വരണം, നമുക്കിതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കണമെന്ന്. കാരണം ഞാൻ ഇതിപ്പം വെള്ളമൊക്കെ നമ്മൾ വെക്കും, വെള്ളത്തിൻ്റെ ക്യാൻ ഉണ്ടല്ലോ, ആ ക്യാൻ മുറിച്ച് അതിൻ്റെ താഴ്ഭാഗത്തിനകത്താണ് മണ്ണുമൊക്കെ നിറച്ച് ഞാൻ ഈ ചെടി വെച്ചിരുന്നത് കേട്ടോ, തെറ്റിച്ചെടി വെച്ചിരുന്നത്. അപ്പോൾ തെറ്റിക്ക് ഞാൻ വളമെന്ന് പറഞ്ഞാൽ ചീനിയുടെ തൊലിയായാലും ഉള്ളിത്തൊലി, മുട്ടത്തോട്, പിന്നെ നമ്മൾ മലക്കറി അരിയുന്ന എല്ലാ വേസ്റ്റുകളും ഇതിനു കൊണ്ട് കൊടുക്കും. അത് നല്ല വളമായിരുന്നു. അങ്ങനെ താണ്ട് അച്ചായി ഇങ്ങനെ അത് മൂടോട് മണ്ണോട് പിഴുതെടുക്കാൻ നോക്കിയിട്ട് ഒരു രക്ഷയില്ല, അത്രയ്ക്ക് ഉറച്ചിരിക്കുമായിരുന്നു കേട്ടോ. ഞാൻ രാവിലെ വൈകിട്ട് വെള്ളം കൊടുക്കുന്നത്. ആ ഒരു കുഴിയരയാണ് എടുത്ത് കാണിച്ചത്. കുഴിയര മണ്ണിര. എനിക്ക് മണ്ണിര എന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാൻ നിൽക്കുന്നതിൻ്റെ ഏതെങ്കിലും സൈഡിൽ മണ്ണിര കണ്ടാൽ അപ്പോഴേ ഞാൻ ഓടും, അത്രയ്ക്ക് സ്പീഡിൽ ഓടും. എനിക്ക് ഭയങ്കര ഈ ഇഴഞ്ഞു പോകുന്ന നീളമുള്ള എല്ലാ വസ്തുക്കളും, പാമ്പും ആ ഒരു ഇനത്തിൽപ്പെട്ട എല്ലാം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. എന്ത് ചെയ്യാൻ, നമ്മൾ അങ്ങനെ ആയിപ്പോയി. ഇനി അത് മാറുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. അപ്പം തെറ്റിയെല്ലാം പിഴുതെൻ്റെ കയ്യിലേക്ക് തന്നിട്ടുണ്ട്. എൻ്റെ ഇടയിൽ കൂടെ എൻ്റെ ഒരു ക്യാമറാമാൻ്റെ കണ്ണിലൂടെയാണ് ഞാൻ ആ ഒരു ചെടിയുടെ ഇടയിൽ കൂടെ ഒക്കെ വീഡിയോ ഒപ്പിച്ചെടുത്തത്. അങ്ങനെ താണ്ട് ഇതാണ് നമ്മൾ മേടിച്ച ചെടിച്ചട്ടി കേട്ടോ. അപ്പോൾ ചെടിച്ചട്ടിയുടെ കഥയിലേക്ക് ഇനി വരുവാണെങ്കിൽ 2 ചെടിച്ചട്ടിയാണ് അച്ചായി മേടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ഒരു ചെടി നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ അശ്വതി ചേച്ചി എനിക്കൊരു ചെടി തന്നിട്ടുണ്ടായിരുന്നു. എനിക്കെല്ലാം അമ്മയ്ക്കാണ് കൊടുത്തത്. ആ ചെടി വെക്കാനും പിന്നെ നമ്മുടെ തെറ്റി ഒന്ന് മാറ്റി വെക്കാനുമാണ് 2 ചട്ടി മേടിച്ചത്. പക്ഷേ കാര്യങ്ങളെല്ലാം തകിടം മറിഞ്ഞു. ചട്ടി കണ്ടു വന്നപ്പോഴത്തേക്ക് അച്ചായി പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചെയ്യും പിങ്കി മോളെ, നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലല്ലേ ഇവ മരം വെക്കുന്നത്, അപ്പോൾ ഇത്തിരി ഭംഗിയിലിരുന്നോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് തെറ്റി അങ്ങ് ആ ചട്ടിക്കകത്ത് ആക്കി റോസ ദാണ്ട പുതിയ ചട്ടിക്കകത്തോട്ട് മാറ്റാൻ പോവുക. അച്ചായി പറഞ്ഞ് റോസ ഇത് അത് നമ്മൾ കടയിൽ നിന്ന് ഞങ്ങൾ മേടിച്ചത് തന്നെ ഈ ചട്ടിയോടാണ് കേട്ടോ. ചട്ടിയോട് ഏകദേശം ഒരു 250 രൂപ എങ്ങാണ്ടായി കേട്ടോ. അപ്പോൾ അച്ചായി ആ ചട്ടിയോട് നമ്മൾ മേടിച്ചു അന്നേരം. പക്ഷെ ഒരു ഭംഗിയൊന്നും എനിക്ക് തോന്നുന്നില്ല, ചെളിയൊക്കെ പെരണ്ട ഒരുമാതിരി ഇരിക്കുന്ന ഒരു പഴയ ചട്ടി. നമ്മളത് മേടിക്കുന്നത് ശ്രദ്ധിച്ചതുമില്ല. അന്നേരം അച്ചായി പറഞ്ഞു ഇത് റോസ വലുതായി വരും തോറും ചട്ടി ചെറുതല്ലേ, അതിൻ്റെ വേരൊക്കെ ഓടി ഇറങ്ങണ്ടേ, അതിന് എന്തായാലും മേടിച്ചുകൊണ്ട് വന്നൊരു വലിയ ചട്ടി നമുക്ക് അതിനകത്തേക്ക് മാറ്റാം എന്നും പറഞ്ഞാണ് ഈ റോസ എടുത്ത് നമ്മളെ പുതിയ ചട്ടിയിലേക്ക് മാറ്റാൻ പോകുന്നത്. എന്തായാലും അതില്ല കേക്ക് ഇളക്കുന്ന കണക്ക് സൈഡെല്ലാം കുത്തി ഇളക്കിക്കൊണ്ട് താണ്ട് അതിൻ്റെ ഒരു വേര് പോലും പോവാതെ വളരെ കൃത്യമായിട്ട് തന്നെ എൻ്റെ റോസാ കുട്ടന്മാരെ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ റോസാ ചെടിയാണെങ്കിൽ എന്നും എനിക്ക് പൂ തരും. 2-3 പൂ പൊഴിഞ്ഞു പോകുമ്പോഴത്തേക്ക് അടുത്ത പുതിയ പൂക്കൾ വരുവേ. അപ്പോൾ നമ്മുടെ റോസായ്ക്ക് നല്ല അടിപൊളി വളമാണ്. എനിക്ക് പേടിയുള്ള മണ്ണിനെയും വള
വളത്തിൻ്റെ മിക്സും എല്ലാം കൂടെ ചേർത്ത് നല്ല അടിപൊളി വളമാണ് നമ്മളെ റോസായിക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അച്ചായി പറഞ്ഞിട്ടുണ്ട്, ദേ എനിക്കൊരു സഹായം ചെയ്തേ, ഈ കമ്പ് നേരെ ഒന്ന് നൂത്തി പിടിച്ചേ എന്ന് പറഞ്ഞ് അതിനകത്ത് ബാക്കിയുള്ള മണ്ണുകളെല്ലാം വാരിയിട്ട് ദാണ്ട് നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിലാണ് കൊണ്ടുവച്ചേക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്ക് അശ്വതി ചേച്ചി തന്ന ചെമ്പരത്തി ചെടിയെന്നേ. അപ്പോൾ ഇത് അശ്വതി ചേച്ചിയാണെങ്കിൽ ഭയങ്കര കൃഷിക്കാരിയാണ് കേട്ടോ, ഭയങ്കര പൂക്കൃഷിക്കാരിയാണ്. ഒരുപാട് മനോഹരമായ ചെടികളാണ് ആ ചേച്ചിയുടെ വീട്ടിലുള്ളത് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ അമ്മ ഒരു ദിവസം ചോദിച്ചു, മോളെ എനിക്ക് ഏതെങ്കിലും ഒരു ഇഷ്ടമായ ചെടി തരുമോ എന്ന് ചോദിച്ച്. അങ്ങനെ ചേച്ചി പറഞ്ഞു, അമ്മേ ഇത് ഈ ഒരു ചെടി തരാമെന്ന് പറഞ്ഞ് അമ്മയ്ക്ക് ചെമ്പരത്തി, ഇത് വയലറ്റ് കളറ് പർപ്പിളോ ആ ഒരു കളർ അങ്ങോട്ട് ചെമ്പരത്തി പിടിക്കുന്നതാണ് കേട്ടോ അമ്മയ്ക്ക് കൊടുത്ത്. അങ്ങനെ അന്നേരം ഇതിനാണ് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ചട്ടി മേടിക്കാൻ പോയത്. അന്നേരം ഈ ചട്ടി ഇനിയിപ്പോൾ അച്ചായി പറഞ്ഞ് എനിക്ക് വേറെ ഒരു തെറ്റിയുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ ഡെയിലി നിങ്ങൾ മുടങ്ങാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയായിരിക്കും എൻ്റെ ആ ചെടി ഞങ്ങൾ വീഡിയോയിലൊക്കെ വെള്ളം ഒഴിക്കുമ്പോൾ കാണാം. ഒരു വെറൈറ്റി തെറ്റിയാണ് കേട്ടോ, അത് വേറൊരു പൂ പിടിക്കുന്ന തെറ്റിയാണ്. ആ തെറ്റിക്ക് ഒരു ചട്ടി വേണം, ഈ ചെമ്പരത്തിക്ക് ഇനി ചട്ടി വേണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 2 ചട്ടിയും കൂടെ നമുക്ക് മേടിക്കണേ. അപ്പോൾ അച്ചായി പറഞ്ഞൊരു കാര്യം ചെയ്യും, അതുവരെ എന്തായാലും ഈ ചെമ്പരത്തി നമ്മൾ ഈ വെള്ളത്തിൻ്റെ തെറ്റിയിരുന്ന ക്യാനകത്തിരിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ദാണ്ട് നമ്മുടെ തെറ്റിയും റോസയും എല്ലാം നല്ല അടിപൊളിയായിട്ട് നല്ല ബ്ലാക്ക് വലിയ ചട്ടിക്കകത്തേക്ക് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമ്മളെ ലോങ് വീഡിയോ എല്ലാ ദിവസവും കൃത്യം രാത്രി 8:30 വരും. ഷോർട്സ് വീഡിയോ 1 മണിക്കും വരും ഉച്ചയ്ക്ക്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ.